ഹബീബിന്റെ ചാരത്തു ചെന്ന് അവിടുത്തെ ഹുദറത്തു ശരീഫിന്റെ മുമ്പിൽ നിന്ന് സ്വലാത്തു സലാം ചൊല്ലി ആ ഉമ്മറപ്പടിയിൽ കിടന്ന് മരിക്കാൻ അവിടുത്തെ ചാരത്ത് മദീനയിലിറങ്ങാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. ഇത് ഞങ്ങളുടെ ബുർദയുടെ അവസാനത്തെ മജ്‌ലിസാണല്ലേ അല്ലാഹ്. റബ്ബേ, മരണം വരെ നിന്റെ ഹബീബിന്റെ മധുഹ് പാടാനും പറയാനും എല്ലാവിധ സാഹചര്യവും തരണേ അല്ലാഹ്. ഈ സദസ്സ് കാരണമായി പുന്നാര റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിശുദ്ധമായ ശഫാഅത്ത് കിട്ടുന്ന നല്ല മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരോട്, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരോട്, എന്റെ ഉപ്പമാരോട് ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. അൽഹംദുലില്ലാഹ്, ഇത്രയും നേരം ഹബീബായ നബി തങ്ങളെ മദ്ഹ് നമ്മൾ പറഞ്ഞു, പുന്നാര നബി തങ്ങളെ മദ്ഹ് നമ്മൾ പാടി. ഈ സദസ്സിലൊരു ഗാനമേളയുടെ ആവേശത്തിൽ ഇരിക്കേണ്ട കാര്യമില്ല. മറ്റേതെങ്കിലും ദുനിയാവിന്റെ സദസ്സിലിരിക്കുന്നത് പോലെ ഹബീബിന്റെ സദസ്സിലിരിക്കണ്ട. ലോകത്തുള്ള മഹാന്മാർ പഠിപ്പിച്ചതുപോലെ ഒരേ ഒരൊറ്റ ലക്ഷ്യം, അത് സയ്യിദുനാ ത്വാഹ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിന് വേണ്ടി ജീവിക്കാൻ, ആ ലക്ഷ്യത്തിന് വേണ്ടി മരിക്കാൻ സർവാധിനാഥനായ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുന്ന മുഹിബ്ബുകൾ ഇതുപോലെ ഒരു വേദി സംഘടിപ്പിച്ചപ്പോ, നിസാര സമയം കൊണ്ടൊരു ചെറിയ വേദി സംഘടിപ്പിച്ചപ്പോ ആവേശത്തോടെ മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് എന്റെ ഹബീബിന്റെ മധുഹ് പറയുന്ന വേദിയിലേക്ക് വരാൻ ആവേശം കാണിച്ച പ്രിയപ്പെട്ട സഹോദരന്മാരോട്, ആവേശം കാണിച്ച പ്രിയപ്പെട്ട ഉമ്മമാരോട് ഒരുപക്ഷേ ഈ ഒരൊറ്റ വേദി കൊണ്ട് നമ്മുടെ ഈമാനെന്ന് സലാമത്തായേക്കാം. അല്ലാഹു നമ്മളെ അത്തരം ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മഹാനായ സയ്യിദുനാ അഹ്മദ് റസാ ഖാൻ ഫാദിൽ ബറൈനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ പഠിപ്പിച്ചതുപോലെ മഹാന്മാരായ വലിയ വലിയ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചതുപോലെ ഹബീബായ നബി തങ്ങൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്റെയും നിങ്ങളുടെയും സകലമായ പ്രതിസന്ധികൾക്കും പരിഹാരം. ആ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ടല്ലേ മഹാനായ അഹ്മദ് റസാ ഖാൻ ഫാദിൽ ബറൈനി തങ്ങളോ അവിടുത്തെ ഉറുദു കാവ്യത്തിലൂടെ ചോദിച്ചത്, എന്റെ ഹൃദയത്തിനു മനസ്സമാധാനമില്ലാതെയാകുമ്പോൾ, എന്റെ ഹൃദയം പടപടാ മിടിക്കുമ്പോൾ, ഒരൽപ്പം സമാധാനത്തിന് വേണ്ടി ഞാൻ കേണുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഹൃദയത്തിന് സമാധാനം കിട്ടാൻ, എന്റെ ഹൃദയത്തിനൊരു ശാന്തി കിട്ടാൻ, എന്റെ പ്രതിസന്ധികൾക്ക് പരിഹാരം കിട്ടാനുള്ള മരുന്ന് എവിടെയാണെന്നറിയുമോ? മുജലേ ചലോ മദീന, എന്നെ നിങ്ങൾ മദീനയിലേക്ക് കൊണ്ടുപോകണേ. എന്റെ ഹബീബിന്റെ ചാരത്തേക്ക് എന്നെ നിങ്ങളൊന്ന് കൊണ്ടുപോകണേ. മഹാനായ സയ്യിദുനാ അഹ്മദ് റസാ ഖാൻ ഫാദിൽ ബറൈനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ആശിഖുകൾ ഹൃദയം തുറന്ന് പാടിയത് അതൊക്കെ തന്നെയാണ്. മഹാനായ സയ്യിദുനാ ഇമാമുൽ ബുസൈരി റളിയല്ലാഹു അൻഹുവിന്റെ കവിതകളാണ് നമ്മൾ ഇവിടെ ചൊല്ലിയത്. ഹബീബായ നബി തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ പ്രേമം കൊണ്ട് അവിടെ എഴുതി തീർത്ത ഖസീദത്തുൽ ബുർദയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം നമ്മൾ ഇവിടെ ചൊല്ലി തീർത്തപ്പോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, ആ ഹബീബായ പുന്നാര നബി തങ്ങളോടുള്ള ഇസ്മിന്റെ ഒരു ചെറിയ ഇളം കാറ്റെങ്കിലും നമ്മളെ ഖൽബിലേക്ക് അടിക്കുന്നില്ലേ? അതല്ല ഈ സദസ്സിലിരിക്കുമ്പോ മടുപ്പ് തോന്നുന്നുണ്ടോ? സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ മഹാന്മാര് രേഖപ്പെടുത്തുന്നു, നബിയുടെ മദ്ഹ് പറയുന്ന സദസ്സിലിരിക്കുമ്പോ ഒരൽപ്പം മടുപ്പ് തോന്നിപ്പോയാൽ അവന്റെ ഖൽബിൽ നിഫാഖുണ്ടോ എന്ന് സംശയിച്ചു കൊള്ളട്ടെ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അഥവാ എന്റെയും നിങ്ങളുടെയും ഖൽബില്
കപട വിശ്വാസത്തിന്റെ ഒരു അണുമണി തൂക്കമങ്ങാനം എന്റെയും നിങ്ങളുടെയും കൽബിലുണ്ടായാൽ ഇത്തരം സദസ്സിലിരിക്കുമ്പോൾ നമ്മളെ മനസ്സിന് റാഹത്ത് കിട്ടൂല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതേ സ്ഥാനത്ത് മോശമായ ഒരു സദസ്സിൽ പോയിരുന്നാൽ, ഒരു ഗാനമേളയുടെ സദസ്സിലാണ് ഇരിക്കുന്നതെങ്കിൽ അവന്റെ ഹൃദയത്തിന് വലിയ പ്രയാസവും ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ഓർപ്പിച്ചോ, അത് നിഫാഖിന്റെ അടയാളമാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ലോകത്ത് രക്ഷപ്പെട്ടവരെല്ലാം ആ ഹബീബിനെ കൊണ്ട് രക്ഷപ്പെട്ടവരാണ്. മുഹമ്മദ് മുസ്തഫ സലാത്തിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടാണ് ലോകത്ത് രക്ഷപ്പെട്ടവരെല്ലാം രക്ഷപ്പെട്ടിട്ടുള്ളത്. ആ ഹബീബിനെ കൊണ്ടാണ് ഈ ലോകത്ത് ഒരാൾക്ക് രക്ഷപ്പെടാൻ പറ്റൂ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇപ്പൊ നമ്മുടെ നാടും പ്രദേശവും ഒക്കെ ശാന്തമാണ്. ഒരാളും ഒരു ആദർശവും പറയുന്നത് കേൾക്കുന്നില്ല. ഇനി റബീഉൽ അവ്വലിന് വന്നാൽ കുറെ ഒച്ചപ്പാടുകൾ നമുക്ക് കേൾക്കാൻ കഴിയും. പല ഭാഗത്തു നിന്നും നബിദിനം ആഘോഷിക്കൽ ശിർക്കാണെന്ന് പറയുന്നവരുണ്ടാകും, മറ്റു പലതും പറയുന്നവരുണ്ടാകും. മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചില്ലേ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മീലാദിൽ സന്തോഷിച്ചുകൊണ്ട് എത്ര പൈസ ചെലവാക്കിയാലും അത് ദൂർത്തിന്റെ പരിധിയിൽ പെടൂല എന്ന് എഴുതി വെച്ച മഹാന്മാര് കഴിഞ്ഞു പോയിട്ടുണ്ട് ഇവിടെ. അതെന്താ, എന്തുകൊണ്ടാണ് ഇപ്പോഴൊന്നും അശാന്തമായി നിൽക്കുന്ന അന്തരീക്ഷത്തിൽ നിന്ന് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരുപക്ഷെ അല്ലാഹുവിന്റെ ഹബീബിന്റെ ജന്മദിനം തുടങ്ങുന്ന സമയത്ത് തന്നെ ചില അട്ടഹാസങ്ങൾ കേൾക്കാൻ കഴിയുന്നത് അല്ലാഹുവിന്റെ ഹബീബിന്റെ പൊരുത്തമില്ലാത്തത് കൊണ്ടാണ്. കിതാബുകളിൽ കാണാം, ഇബ്ലീസ് ചില പ്രധാനപ്പെട്ട സുപ്രധാനമായ സാഹചര്യങ്ങളിൽ അട്ടഹസിച്ചിട്ടുണ്ട്. ഒന്ന് ഫാത്തിഹ ഇറങ്ങിയപ്പോ ഇബ്ലീസ് അട്ടഹസിച്ച് കരഞ്ഞിട്ടുണ്ട്. അതുപോലെ സ്വർഗത്തിൽ നിന്ന് നാട്ടി പുറത്താക്കിയപ്പോ ഇബ്ലീസ് അട്ടഹസിച്ച് കരഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇബ്ലീസ് അട്ടഹസിച്ച് കരഞ്ഞ ഒരു രംഗം എപ്പോഴാണെന്നറിയോ? പുന്നാര റസൂലുള്ളാഹ് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കേട്ടപ്പോ ഇബ്ലീസ് അട്ടഹസിച്ച് കരഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം വാചോടാപങ്ങൾക്ക് മുഖം കൊടുക്കാതെ, അത്തരം കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്താതെ നമ്മുടെ ഖൽബിന്റെ ഉള്ളിൽ ഹബീബിനോടുള്ള സ്നേഹം പൊന്തണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ റബീഉൽ അവ്വലിനേക്കാൾ കൂടുതൽ ആവേശത്തോടുകൂടെ മുഹറം മാസം അവസാനിക്കുകയാണ്, സഫർ തുടങ്ങുകയാണ്. അത് കഴിഞ്ഞാൽ റബീഉൽ അവ്വലാണ്. നമ്മൾ ഒരുക്കം തുടങ്ങണം. പരിശുദ്ധ റബീഉൽ അവ്വലിന് സ്വാഗതം അരുളിക്കൊണ്ട് നമ്മുടെ വീടുകളിൽ ഇനി ഇവിടെ അങ്ങോട്ട് ആത്മീയമായ ഒരുപാട് നിമിഷങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനുവേണ്ടി ആയിരിക്കണം നമ്മുടെ മുഴുവൻ ശ്രമങ്ങളും. ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള പ്രേമവും ഇഷ്കും സ്നേഹവുമെല്ലാം ഹൃദയത്തിൽ വെച്ചുകൊണ്ട് പുന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്തുൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആത്മാർത്ഥമായി വിളിച്ചാൽ അവിടുന്ന് നമുക്ക് മറുപടി തരും. ഏത് സാധാരണക്കാരൻ വിളിച്ചാലും പുന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി തരും. കാരണം അവിടുന്ന് ഉമ്മത്തിനെ സ്നേഹിക്കുന്ന ഹബീബാണ്, നമുക്ക് വേണ്ടി കരഞ്ഞ നേതാവാണ്. നമ്മളൊരു പ്രയാസത്തിൽ പെട്ടു എന്ന് കേട്ട പുന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയപ്പെട്ടവരെ അവിടുന്ന് സഹിക്കൂല. കണ്ടില്ലേ, ഒരു ദിവസം അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെ ഖബർസ്ഥാനിലൂടെ നടന്നു പോകുമ്പോ ഒരു ഖബറിൽ നിന്നൊരു അട്ടഹാസം കേൾക്കുകയാണ്. ലോകത്തിന്റെ നേതാവ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ കൂടെയുള്ള സ്വഹാബിയോട് ചോദിക്കുന്നു, മോനെ, ഈ ഖബറിന്റെ അകത്തുനിന്നൊരു ശബ്ദം നീ കേൾക്കുന്നുണ്ടോ മോനെ? ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ സ്വഹാബി പറഞ്ഞു, ഞാനൊന്നും കേൾക്കുന്നില്ല, ഞാനൊന്നും കേൾക്കുന്നില്ല നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മോനെ ചെവിടുന്ന് വെച്ചു നോക്ക്. ആ ഖബറിലേക്ക് ചെവിടങ്ങ് വെച്ചു നോക്കുമ്പോൾ ഒരു അട്ടഹാസം കേൾക്കുകയാണ്. ഈ വിവരം അറിഞ്ഞപ്പോ മദീനയിലുള്ള മുഴുവൻ ആളുകളും ആ ഖബറിന്റെ അടുത്ത് വന്നു. ആ ഖബറിന്റെ അടുത്ത് വന്നപ്പോ ഹബീബായ നബി തങ്ങൾ അന്വേഷിച്ചു, ഈ ഖബറിന്റെ ഉടമയാരാണ്? ഇന്ന മനുഷ്യനാണ്. ആ മനുഷ്യൻ നിസ്കരിച്ചിരുന്ന ആളാണ്, നോമ്പ് പിടിച്ചിരുന്ന ആളാണ്, നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്തിരുന്ന ആളാണ്. പിന്നെ ഇതൊക്കെ പറഞ്ഞ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, ഈ മനുഷ്യന്റെ ഉമ്മയോ ഉപ്പയോ ജീവിച്ചിരിപ്പുണ്ടോ? അങ്ങനെ ഉമ്മയെ കൊണ്ടുവന്നു. ജീവിച്ചിരിപ്പുള്ള ഉമ്മയെ കൊണ്ടുവന്നപ്പോ ഉമ്മയോട് ഹബീബായ നബി തങ്ങൾ കാര്യം തിരക്കിയപ്പോ ജീവിതകാലത്ത് ഉമ്മ
ഉമ്മയെ വേദനിപ്പിച്ചിട്ടുണ്ടത്രേ ഈ മകൻ. അതിന്റെ പ്രതിസന്ധിയാണ് ഖബറിൽ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹബീബായ പുന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതകാലത്ത് ഉമ്മയെ ഒരുപാട് വേദനിപ്പിച്ച ഈ മനുഷ്യന്റെ ഖബറിലെ ഈ ശിക്ഷയെന്ന് നിലനിൽക്കട്ടെ എന്ന് ഹബീബായ നബി തങ്ങൾ പറഞ്ഞില്ല. പുന്നാര തങ്ങൾ പറയുകയാണ്, ഉമ്മ ഈ മകന് വേണ്ടി ഒന്ന് പുറത്തു കൊടുക്കാമോ? ആ ഉമ്മ പറഞ്ഞു, എനിക്ക് പൊറുക്കാൻ പറ്റൂല. രണ്ടാമതും പുന്നാര നബി തങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമുണ്ടായില്ല. കാരണം ഒരുപാട് പ്രയാസങ്ങൾക്കിടയിലാണ്, പ്രശ്നങ്ങൾക്കിടയിലാണ് അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിക്കുന്നത്. പട്ടിണിയാണ്, പ്രതിസന്ധിയാണ്. ഇവിടെ ഒരു മനുഷ്യന്റെ വിഷയത്തിന് വേണ്ടി ഓടണ്ട, തിരിയണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതൊന്നും ചിന്തിച്ചില്ല. അവിടുന്ന് രണ്ടാമതും പറഞ്ഞു, എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളാണെന്ന് പുറത്തു കൊടുക്കണം ഉമ്മ. ആ ഉമ്മ സമ്മതിച്ചില്ല. മൂന്നാമത് ഹബീബായ നബി തങ്ങൾ പറയുന്നു, അന മുഹമ്മദുർ റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്. ഇതെന്റെ അടിമ, എന്റെ കൂട്ടത്തിൽപ്പെട്ട, എന്റെ സമുദായത്തിൽപ്പെട്ട സാധുവാൻ. ആ സമുദായത്തിൽപ്പെട്ട സാധുവായ മനുഷ്യന് നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്കണം ഉമ്മ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഓർഡർ വന്നപ്പോ ആ ഉമ്മ അങ്ങ് പൊരുത്തപ്പെട്ടു കൊടുക്കുന്നു. ആ നിമിഷം തന്നെ ഖബറിലുള്ള രോദനം അങ്ങ് നിൽക്കുന്നു. അതാണ് മങ്കൂസ് മൗലിദ് ചൊല്ലുമ്പോൾ നമ്മൾ ചൊല്ലുന്നത്, എന്താ ഉമ്മന അമ്മ